Hello, good morning everyone. It's me Simon YouTube channel, Simon Varghese Facebook and Simon Varghese Instagram welcomes you all. Friends, as usual exercise ഒക്കെ കഴിഞ്ഞു. നിങ്ങളുമായിട്ട് ആശയപരമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ പൊന്നോമന മുത്തായി കുറേ സ്റ്റാർട്ടപ്പുകളൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. എന്താ സ്റ്റാർട്ടപ്പ് എന്നറിയാമോ? എല്ലാവർക്കും അറിയാം, എനിക്ക് മാത്രം അറിയാതെ ഉള്ളൂ. ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് സ്കീമാണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, എല്ലാ സപ്പോർട്ടും ഗവൺമെൻറ് കിട്ടും, അഡിക്വേറ്റ് അസിസ്റ്റൻസ് ആൻഡ് ട്രെയിനിങ് ആൻഡ് എവറിത്തിങ്. അങ്ങനെ ധാരാളം സ്റ്റാർട്ടപ്പുകളിവിടെ വന്നു. അവരൊന്നിനു പുറകെ ഒന്നായി വിജയിച്ചുകൊണ്ടിരിക്കുക, നാടിൻ്റെ ഓമന മുത്തുകളായി മാറിക്കൊണ്ടിരിക്കുക. അപ്പം അതുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഇന്ന് ഉച്ചയോടുകൂടി നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എങ്ങനെ ഒരു എൻ്റർപ്രനറാകാം, എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. തുടക്കം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഡീറ്റെയിൽഡായിട്ട്, അതിന് 20 മിനിറ്റ് വീഡിയോ ആണ്. ഡീറ്റെയിൽഡായിട്ട് ടോക്ക് അത് കഴിഞ്ഞ് തരും. സംശയമുള്ളവർക്ക് പ്രത്യേകിച്ച്, എന്നെ വന്ന് കാണുന്നവർക്ക് പ്രത്യേകിച്ച് വേറെ പറഞ്ഞുവിടും. എന്തായാലും ഒരു എൻ്റർപ്രനർ ആവുക എന്നുള്ളത് ഒരുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഭവമാണ്. അവൻ മാത്രമല്ല രക്ഷപ്പെടുക, അവനോടൊപ്പം 10-100 കുടുംബങ്ങളും രക്ഷ. അതാണ് ഈ വ്യവസായികളും വലിയ വാണിജ്യക്കാരും നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നതിൻ്റെ കാര്യം. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന വല്ലപ്പോഴും മരണത്തിനോ വിവാഹത്തിനോ നമ്മുടെ വീട്ടിൽ വരുന്ന ജനപ്രതിനിധികളെല്ലാം പോയി കാത്തിരുന്ന് കണ്ട് ചായയും കുടിച്ച് സംസാരിച്ച് ഓമനിച്ച് കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് ഇവരെന്ന് നമുക്കറിയാമോ? അറിയത്തില്ല. ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കുട്ടിക്ക് അഡ്മിഷന് വേണ്ടി വന്നു, +2 അഡ്മിഷൻ. ഇപ്പോഴത്തെ രീതിയല്ല, ആ ലാസ്റ്റ് മൊമെൻറ്റില്ല. അപ്പം രീതി മാറി. ഈ കുട്ടിക്ക് ഒരു അഡ്മിഷൻ കിട്ടുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു, പൊളിറ്റിക്കൽ പ്രഷറൊക്കെ ഉപയോഗിച്ച് നോക്കി, ഒരു രക്ഷയില്ല. അവസാനം ഞാനൊരു ട്രിക്ക് ഉപയോഗിച്ചു. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പണം രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്ന ഒരു വ്യവസായ പ്രമുഖനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ പ്രമുഖനെ പോയി കാണാൻ, ഞാനും വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്താ ഈ പറയുന്നത്? പുള്ളിക്ക് കമ്പനിയുണ്ട്, ബിസിനസ്, പുള്ളിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കും എന്നാൽ പോകാൻ പറഞ്ഞു. അവരവിടെ ചെന്നപ്പോൾ ഈ അദ്ദേഹം ഭയങ്കര ചിരിയാണ്, പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുക. സ്കൂൾ അഡ്മിഷൻ മേടിച്ച ഞാനാര്, ജോലി വല്ലതാണ് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ ഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞേ, നിങ്ങൾ ഇന്നയാളെ വിളിച്ചെന്ന് പറയാം, അതേ കാര്യം നടക്കുമെന്ന്. എന്താ സാധനം? വിളിക്കാൻ പറഞ്ഞു. ഞാൻ വെച്ചു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം വിളിച്ചു. അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി. എല്ലാ സമയവും കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ വ്യാപാരികൾക്കും വ്യവസായികൾക്കും സമൂഹത്തിലുള്ള സ്ഥാനം പലപ്പോഴും അവർക്ക് പോലും അറിയത്തില്ലെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് സംബന്ധിച്ചൊരു വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനലിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനം എൻ്റെ കരുത്ത്. അറിയാമല്ലോ, ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലുമായി നമ്മൾ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുക. നമ്മുടെ ആളുകളത് കാണുകയും അഭിപ്രായം, പക്ഷേ ഒരാൾ പോലും ലൈക്ക് അടിക്കുകയില്ല. പക്ഷേ വ്യൂവേഴ്സിൻ്റെ കണക്ക് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാനത് വലിയ ഗെയിം പറഞ്ഞ് നടക്കുന്നൊന്നുമില്ല. നമ്മൾ ഹംബിൾ സിമ്പിൾ മാൻ. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക്. നമുക്ക് ഇലക്ഷനൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഞാൻ ഇലക്ഷന് മത്സരിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ തമാശയായിട്ടൊന്നുമല്ല, കാര്യമായിട്ട് ചോദിച്ചു. ആരും എന്നെ വിളിച്ചില്ല. ആകപ്പാടെ കഴിച്ചാൽ പൊട്ടാത്തൊരു സീറ്റുമായിട്ട് ഒരു വിഭാഗം വന്നു, പക്ഷെ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. അത് പോട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമ്മൾ ജാതി മത വർഗ ചിന്തകൾക്ക് അതീതമായി നമ്മളെ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന വ്യക്തികൾക്ക് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് നമുക്ക് പ്രയോജനപ്പെടുന്ന ആളായിരിക്കും, നമുക്ക് അപ്രാപ്യനായിരിക്കണം. അപ്പം അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുക. ഇന്നിപ്പം അത്, പക്ഷേ അതിനകത്തൊരു കോൺട്രവേഴ്സി ഉണ്ട്. ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി നിങ്ങൾക്ക് പ്രാപ്യനാണോ? അല്ല. പക്ഷേ കാര്യങ്ങൾ നടത്തിത്തരുമോ? നടത്തിത്തരും. പണ്ട് നമ്മൾ പോയി 10,000 പേര് ക്യൂ നിന്ന്
സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോയി ആംബുലൻസ് കൊണ്ടുപോയി കിടത്തുമ്പം ഒരു പ്രധാന ആൾ വന്ന് കണ്ട് 20,000 കൂട് 5,000 കൂട് എന്ന് പറഞ്ഞിരുന്നു. നമ്മളെല്ലാം പത്രങ്ങളെല്ലാം കൊട്ടിഘോഷിച്ച് ഞാൻ അതിൻ്റെ ഡ്യൂട്ടിക്ക് പോയിട്ടുള്ള ആളാണ്. നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്താ നിങ്ങളാകെ ചെയ്യേണ്ടത്? നിങ്ങളുടെ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ, മെഡിക്കൽ ഡീറ്റെയിൽസ്, ഡോക്ടറുടെ കത്ത്, ഏറ്റവും അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോവുക. അവിടെ നിങ്ങൾ ജാതി ഏതാണെന്നോ മതമേതാണെന്നോ രാഷ്ട്രീയം ഏതാണെന്നോ ആരും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും നേതാവിൻ്റെ ശുപാർശ വേണമെന്ന് പറയുന്നില്ല. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ കൊടുക്കുന്നു. ആ അപേക്ഷ വേണ്ടപ്പെട്ടവർ പരിശോധിക്കുന്നു. അപേക്ഷ കിട്ടിയ ഉടനെ നിങ്ങൾക്ക് അറിയിപ്പ് വരും, കിട്ടി. അതിനുശേഷം പുറകെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കും, അതിലേക്ക് പണം വരും. ഇത് ഒരു സ്വകാര്യ വിപ്ലവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ മാറ്റം വന്നപ്പം നിങ്ങൾക്ക് നേരിട്ട് പോയി കാണാൻ കഴിയുമോ? ഇല്ല. സെക്യൂരിറ്റി ആസ്പെക്ട്സ് ഉണ്ട്, പക്ഷേ അത്യാവശ്യക്കാരെ കാണുന്നുമുണ്ട്, പക്ഷേ എല്ലാവരെയും കാണുന്നില്ല. അത് വേറൊരു കാര്യം. മറിച്ച് ഗ്രാമപഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ നമുക്കതല്ല സ്ഥിതി. നമുക്കൊരു വിഷയം വന്നാൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ആളെ വേണം നമുക്ക്. അത് ജാതിയുടെ പേരിലോ അല്ലെ എൻ്റെ അണ്ണനാണെന്നോ എൻ്റെ അമ്മായിയുടെ അപ്പനാണെന്നും പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല. നമുക്ക് ബുദ്ധിപൂർവ്വം ബുദ്ധി പ്രയോഗിച്ച് മലയാളികൾ കേരളീയർ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് സ്മാർട്ട് യങ് ജെൻറ്റിൽമാൻമാരെ കയറ്റിവിടണം. അതുപോലെ എനിക്കൊരു ശക്തമായ അഭിപ്രായമുണ്ട്, തുടരെ മത്സരിക്കുന്നവരെ ജയിപ്പിക്കരുത്. അസംബ്ലിയിലായാലും പാർലമെൻറ്റിലായാലും പഞ്ചായത്തിലാണെങ്കിലും ഇതൊരു തൊഴിലായിട്ട് എടുത്ത് നടക്കുന്ന ആശാന്മാരുണ്ട്. അവർക്ക് 5 ഈ കുമുലേറ്റീവ് പെൻഷനാണ്. ഒരു ടെനറിന് പെൻഷൻ കിട്ടും. ഹലോ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? എങ്ങനെയുണ്ട്? ഹൗ ആർ യു? ഹാപ്പി? ഹൗ ഈസ് കേരള? യു ലൈക്ക് കേരള? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പം ജാതി മതമൊന്നുമല്ല നോക്കേണ്ടത്, വർഗമല്ല നോക്കേണ്ടത്. നമ്മളെ നാടിന് ഉപകാരപ്പെടുന്നവനാണോ? അവന് നമ്മളെ എല്ലാവരും ഒരുപോലെ കാണാൻ കഴിയുന്നുണ്ടോ? അതല്ല വെളുത്തവരെയും ധനമുള്ളവരെയും മാത്രം മതിയോ? അതോ താഴ്ന്നവരെ മാത്രം മതിയോ? എന്നെപ്പോലെ കറുത്തവന്മാരെ മാത്രം മതിയോ? അങ്ങനെയല്ല, എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല ആളുകളെ വേണം തിരഞ്ഞെടുക്കാൻ, ആലോചിച്ചിട്ട് വേണം എടുക്കാൻ. ഓക്കെ. എന്നാൽ റിപ്പീറ്റ് ചെയ്ത് മത്സരിക്കുന്നവരെ ജയിപ്പിക്കരുത്. നിങ്ങൾക്കറിയാമല്ലോ, 5 വർഷം കൂടുന്ന ഒരു ടെന്നൂറിന് MLA തൊട്ട് പെൻഷനുള്ളൂ, താഴോട്ട് പെൻഷനില്ല. അപ്പോൾ 5 വർഷം കൂടി കഴിയുമ്പോൾ കിട്ടുന്നൊരു പെൻഷൻ ഒന്ന്, രണ്ടാമത് കിട്ടുമ്പോൾ വേറൊപ്പം ഒരു MLA പെൻഷൻ 30,000, രണ്ടാമത് കിട്ടുമ്പോൾ അത് 60,000, അങ്ങനെ 10 തവണ 11 തവണ എന്ന് പറയുമ്പോൾ 4. എന്ത് കഷ്ടമല്ലേ? മറിച്ച് ഈ ആശാന്മാർ 2 തവണ കഴിഞ്ഞ് മാറി നിന്ന് മൂന്നാമതൊരാൾക്ക് അവസരം കൊടുത്താൽ അയാൾക്കും കിട്ടും പെൻഷൻ, അയാൾക്കും കിട്ടും സമൂഹത്തിൽ സ്ഥാനം, പ്രവർത്തിക്കാൻ അവസരം. അങ്ങനെ വേണ്ടേ? അത് കാലം കഴിഞ്ഞിരിക്കുന്നു. ഇത് പാർട്ടിക്കാർ, അത് പാർട്ടി എന്ന് പറയാൻ എല്ലാ പാർട്ടിക്കാരും, സാറ് നാട്ടിൻപുറത്ത് പാർട്ടി എന്ന് പറയാൻ CPM-നെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എല്ലാ പാർട്ടിക്കാരും അവരവരുടെ ഈ മത്സരിക്കാനുള്ള അത് 2ആയിട്ട് ചുരുക്കണം. അത് മതി, അതിനകത്തുള്ള വിപ്ലവം മതിയെന്നേ. യങ്സ്റ്റേഴ്സ് വരട്ടെ, അപ്പം അവർക്ക് അവസരം കൊടുക്കുക. എനിക്കറിയാം, വളരെ പ്രധാനപ്പെട്ട സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. അവൻ ഏതാണ്ട് ഒരു പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ചിട്ട് എൻ്റെ ഈ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റി വരെയൊക്കെ ആയിട്ടുള്ളൂ. അവൻ്റെ കഴിവനുസരിച്ച് അവൻ്റെ പ്രവർത്തനം അങ്ങനെ ആയിരുന്നു. പക്ഷെ നമുക്ക് സങ്കടം നേരാം, ഒരാശാനും മാറിക്കൊടുക്കുകയില്ല. ഒരിക്കൽ ജയിച്ചു പോയാൽ പിന്നെ അയാൾ മരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ മകനെ വരുത്തി അവനെ ആക്കും. എന്തൊരു കഷ്ടമാണ്. അതുമൊക്കെ ചിന്തിക്കണം. നമ്മൾ കുറച്ചുമൊക്കെ നാടിനെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ട കാലമായി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ മറക്കണ്ട, ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി നമ്മുടെ ഇത് അപ്ലോഡ് ചെയ്യും. അത് ലീഗൽ ഓപ്ഷന് പോയിരിക്കുകയാണ്. ലീഗൽ അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം ലീഗൽ കോൺട്രാവേഴ്സി ആയാൽ നമുക്ക് ഒത്തിരി കാശൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, 1 മണിയോടുകൂടി ആ വീഡിയോ വരും. നിങ്ങൾ മനസ്സിലാക്കുക. ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക. കാണുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എനിക്കങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. എന്നെ ചീത്ത പറഞ്ഞാൽ പോലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്.